Namaste dear children, welcome back to ICT class. The previous class we are learning our first lesson and second lesson. What is the chapter name? That chapter name, yes, and finding the twins and arrange the numbers. Okay then dear children, today we are going to learn our lesson 3 and 4. Sudoku and look at the sky. Each figures in the pictures has its own place. Moreover, the figures have an order also. We must find it out. ചിൽഡ്രൻ വാട്ട് ഈസ് ദ ഗ്രാൻഡ് മദർ സേയിങ്? എന്താണ് ഈ മുത്തശ്ശി പറയണത് അല്ലേ? ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? സുഡോക്കോയുടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ഓരോ ബോക്സിനകത്തും ഓരോരോ ഷേപ്പുകളാണുള്ളത് അല്ലേ? ഓരോരോ ഫിഗേഴ്സ് ആണുള്ളത്. ഈ ഫിഗേഴ്സ് നിൽക്കുന്ന പ്ലേസിൽ നിന്നും മൂവ് ചെയ്യിക്കാതെ അതിന് അനുയോജ്യമായിട്ടുള്ള വേറെ ഫിഗേഴ്സിനെ കണ്ടെത്തിയിട്ട് ആ ഫിഗേഴ്സിനെ അവിടെ നിന്നും അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം, റിമൂവ് ചെയ്യണം. അതാണ് ഇവിടെ മുത്തശ്ശി പറയണത്. നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറയണത്. At first choose each figure from the left side and click on the suitable place. In the next level use 2 digits. Click on the empty boxes and type the digits using keyboard. Sudoku will not allow you to type wrong details. Dear children, listen here. This is the Sudoku window. Okay dear children, how can to take Sudoku window ഓപ്പൺ? എങ്ങനെയാണ് നമ്മൾ സുഡോക്കോ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ സുഡോക്കോ വിൻഡോ എടുക്കുന്നത്? ദെൻ ഫസ്റ്റ് വൺ ജി കോംബ്രിക്സ്, ദെൻ പസിൽ, ദെൻ സുഡോക്കോ. വൺസ് അഗെയിൻ ജി കോംബ്രിക്സ്, പസിൽ, സുഡോക്കോ. ജി കോംബ്രിക്സ്, പസിൽ, സുഡോക്കോ. ഓക്കെ, നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സുഡോക്കോയുടെ വിൻഡോ ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതിനകത്ത് നിങ്ങൾ കണ്ടോ, സ്റ്റാർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ഷേപ്സ് അല്ലേ, ഫിഗേഴ്സുകൾ. സ്റ്റാർ, ട്രയാങ്കിൾ, സർക്കിൾ. ഓക്കെ, ദെൻ നമ്മൾ അറേഞ്ച് ദ ഫിഗേഴ്സ് അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെ 3 സ്റ്റാർസ് വന്നിട്ടുണ്ട്, 3 സർക്കിൾസ് വന്നിട്ടുണ്ട്, 3 ട്രയാങ്കിൾസ് വന്നപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? വിൻ ചെയ്തു. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇവിടെ എന്ത് ചെയ്യുക? അനുയോജ്യമായിട്ടുള്ള ഫിഗേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? അനുയോജ്യമായ വേണ്ട പ്ലേസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ബോക്സ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും, ബാക്കിയെല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ അവിടെ 1ൻ്റെയോ 2ൻ്റെയോ കുറവുണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ 3 സർക്കിൾസ് ഉണ്ടായിരിക്കും, 3 സർക്കിൾസ് 3 ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. ഒരു സ്റ്റാറിൻ്റെ എന്തായിരിക്കും? ബോക്സ് എംപ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർ ഇവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായി? നമ്മൾ വിൻ ചെയ്തു. അപ്പം ബ്ലാങ്ക് ആയ ബോക്സുകൾ നമ്മൾ അനുയോജ്യമായ ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട്, സ്യൂട്ടബിൾ ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് അനുയോജ്യമായ പ്ലേസിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വെക്കണം. അതായത് ബോക്സസ് ബ്ലാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളവിടെ ഏത് ഫിഗറാണോ അവിടെ ഫിറ്റ് ചെയ്യേണ്ടത്, ഫിഗറാണോ അവിടെ കൊണ്ടുവയ്ക്കേണ്ടത്, ആ ഫിഗർ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വിൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്യേണ്ടത്? ഫിഗേഴ്സ് സെയിം ആക്കി വെക്കാം. 3 ഫിഗേഴ്സ്, അതായത് സർക്കിളിൻ്റെ 3 ഫിഗേഴ്സ്, സ്റ്റാറിൻ്റെ 3 ഫിഗേഴ്സ്, അതേപോലെ തന്നെ സർക്കിളും സ്റ്റാറും അതുപോലെ തന്നെ ട്രയാങ്കിളും. ഇവ 3ൻ്റെയും കറക്റ്റ് 3 ഫിഗേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഗെയിം വിൻ ചെയ്തു. ഓക്കെ, മനസ്സിലായിട്ടില്ലേ പറഞ്ഞത്? ഇത് ഫിഗേഴ്സിൻ്റെ കേസ് മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ് ടൈം ഇത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റ് തരും. ഡിജിറ്റ് എന്നാൽ എന്താ? സംഖ്യകൾ തരും. ഓക്കെ, അപ്പോൾ അത് ക്രമത്തിൽ എന്താക്കുക? ഓർഡർ ആക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് വിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് സുഡോക്കോ എന്ന ഗെയിമിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ മെൻ്റലി പവറൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗെയിമാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കുന്ന രീതി, ഹൗ ക്യാൻ ടു ടേക്ക് സുഡോക്കോ, ജി കോംബ്രിക്സ്, പസിൽ, ദെൻ സുഡോക്കോ. ഓക്കെ, ക്ലിയർ ആയിട്ടില്ലേ പറഞ്ഞത്? ഓക്കെ ഡിയർ ചിൽഡ്രൻ, നെക്സ്റ്റ് വൺ ലെസൺ 4, ലുക്ക് അറ്റ് ദ സ്കൈ. ആകാശത്തിലേക്ക് നോക്കൂ. തിരുവാതിര ലൈക്ക് എ ഫെയർ ബോൾ ആൻഡ് പുണർദം ലൈക്ക് എ സ്കിഫ്. ലുക്കിംഗ് അപ്പ് ദ സ്കൈ ദ ഗ്രാൻഡ്മാ സെഡ് അലൗഡ്. അതെ, തിരുവാതിര എന്താണ്? തീപ്പന്തം പോലെയാണ്. പുണർദം എന്താണ്? തോണി പോലെയാണ്. മുത്തശ്ശി ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വാട്ട് ഈസ് ലൈക്ക് എ ഫെയർ ബോൾ? രാജു ആസ്ക്ഡ്. ഹാവ് യു ഹെഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർ in the sky having the shape of a hunter? Are there any similarity between what Raju and his grandma saying? Do you observe the sky? ഓക്കെ ഡിയർ ചിൽഡ്രൻ, ഇനി എന്താണ് ഇവിടെ പറയുന്നത്? അതെ, മുത്തശ്ശിയും രാജുവും തമ്മിലുള്ള കോൺവെർസേഷനാണ് വീണ്ടും ഇവിടെ പറയുന്നത് അല്ലേ. മുത്തശ്ശി ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് എന്താ പറയണത്? തിരുവാതിര ലൈക്ക് എ ഫെയർ ബോൾ, തിരുവാതിര തീപ്പന്തം പോലെയാണ്. ആൻഡ് പുണർദം ലൈക്ക് എ സ്കിഫ്, പുണർദം എന്താണ്? തോണി പോലെയാണ്. മുത്തശ്ശി ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി ഉറക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ട രാജു ചോദിച്ചു, എന്താണ് മുത്തശ്ശി ഈ തീപ്പന്തം പോലെ എന്ന് പറയണത്, ഫയർ ബോൾ എന്ന് പറയണത് അല്ലേ? എന്താ മുത്തശ്ശി ഇങ്ങനെ ഉറക്കെ പറയണത്? അവനൊന്നും മനസ്സിലാവണില്ല.
അപ്പം മുത്തശ്ശി പറഞ്ഞു എന്താണ്, ആകാശത്തിൽ ഒരു കൂട്ടം വേട്ടക്കാർ ഒരു കൂട്ടം സ്റ്റാർ ആയിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട് അല്ലേ. ആകാശത്തിൽ ഒരു കൂട്ടം സ്റ്റാറുകൾ ചില സമയങ്ങളിൽ വേട്ടക്കാരൻ്റെ ആകൃതിയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതാണ് മുത്തശ്ശി പറയണത് എന്ത്, ഫയർബോൾ എന്ന് പറയണത് അല്ലേ, സ്കിഫ് എന്ന് പറയണത് അല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ വേട്ടക്കാരൻ്റെ ആകൃതിയുള്ള സ്റ്റാർസിനെ ആകാശത്ത്? ഓക്കെ ഡിയർ ചിൽഡ്രൻ, ഹിയർ വി ആർ യൂസിങ് ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അതെ, നമുക്ക് സ്റ്റാർസിനെ വരയ്ക്കണം, സ്കൈ വരയ്ക്കണം അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് പെയിൻറ് ആണ്. ഓക്കെ ഡിയർ ചിൽഡ്രൻ, ഹിയർ ഐ ആം ആസ്ക് വൺ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻ? എന്താണ് ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻ? അറിയാൻ പറ്റുമോ നിങ്ങൾക്ക്? അതെ, ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ആണ് അല്ലേ. ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻ ഈസ് എ സിമ്പിൾ പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ. എന്താണ്? ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻ ഈസ് എ സിമ്പിൾ പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ എന്താ വാട്ട് ഈസ് ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻ വെച്ചാൽ എന്താ പറയുക? യെസ്, ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻ ഈസ് എ സിമ്പിൾ പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ. ഒരു ചെറിയ പെയിൻറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് അല്ലേ. പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, വരയ്ക്കാൻ വേണ്ടിയിട്ട്, കളർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ പെയിൻറ്റിങ് ആപ്ലിക്കേഷനാണ് എന്ത്? ടെക്സ്റ്റ് പെയിൻറ് എന്ന് പറയുന്നത്. അപ്പം ടെക്സ്റ്റ് പെയിൻറ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ടെക്സ്റ്റ് പെയിൻറ് ഈസ് എ പെയിൻറ്റിങ്, സിമ്പിൾ പെയിൻറ്റിങ് ആപ്ലിക്കേഷൻ. ഓക്കെ ഓക്കെ ഡിയർ ചിൽഡ്രൻ, ദെൻ ഹൗ ക്യാൻ ടു ടേക്ക് ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻ? ഇനി എങ്ങനെയാണ് ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക? ഫസ്റ്റ് വൺ, Gcombricks. Go to amusement activities, text paint application. Okay, once again, Gcombricks. Go to amusement activities and text paint application. Once again, Gcombricks. എന്താണ്? Go to amusement activities and എന്താണ്? text paint. പഠിച്ചു വെക്കണേ. Write to 5 times in your notebook. ഓക്കെ, 5 തവണ എഴുതിയിട്ട് പഠിക്കണം, ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക? ടെക്സ്റ്റ് പെയിൻറ് ഓപ്പൺ ചെയ്യുക? ക്ലിക്ക് ടു Gcombricks, ദെൻ എന്താണ്? ഗോ ടു അമ്യൂസ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ദെൻ ടെക്സ്റ്റ് പെയിൻറ്. ഓക്കെ, റൈറ്റ് ടു 5 times in your notebook. Okay dear children, here are various tools like paint tool, stamp tool, etc. When we click on the paint tool, we get many types of brushes. On clicking stamp tool, there are many pictures and on the text many letters. On clicking new, we get sheet of different background colors. Yes children, ഇനി എന്താ ഇവിടെ പറയുന്നത്? നമുക്കിവിടെ പെയിൻറ് ടൂൾ ഉണ്ട്, ബ്രഷ് ടൂൾ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ സ്റ്റാമ്പ് ടൂൾ ഉണ്ട് അല്ലേ, ന്യൂ ടൂൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസുകളും നമ്മുടെ ടെക്സ്റ്റ് പെയിൻറ് ആപ്ലിക്കേഷനകത്തുണ്ട്. അപ്പോൾ പെയിൻറ് ടൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് ബ്രഷുകൾ കിട്ടും, പലതരത്തിലുള്ള. അതായത് ലൈറ്റായിട്ട് വരയ്ക്കണം, ഡാർക്കായിട്ട് വരയ്ക്കണം അല്ലേ, അതായത് തിക്നെസ് കൂട്ടി വരയ്ക്കണം, തിക്നെസ് കുറയ്ക്കണം, പല ഷേപ്പുകളിൽ വരയ്ക്കണം. അപ്പോൾ അങ്ങനെയുള്ള ബ്രഷുകളൊക്കെ നമുക്ക് ടെക്സ്റ്റ് പെയിൻറ്റിൽ അവൈലബിൾ ആണ്, കുറേ ബ്രഷുകൾ. അതായത് പെയിൻറ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ബ്രഷുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്റ്റാമ്പ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കുറേ പിക്ചേഴ്സ് കിട്ടും അല്ലേ, ആനിമൽസിൻ്റെ, ബേർഡ്സിൻ്റെ, അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് പിക്ചേഴ്സ് നമുക്ക്, സ്റ്റാർ, അങ്ങനെ എത്ര നമുക്ക് പിക്ചേഴ്സ് വേണോ അത്രയും പിക്ചേഴ്സ് നമുക്ക് അതിലേക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് പിക്ചർ വരയ്ക്കുമ്പോൾ അതിനാവശ്യമുള്ള എല്ലാ പിക്ചറുകളും നമുക്ക് സ്റ്റാമ്പ് ടൂളിൽ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ സ്റ്റാമ്പ് ടൂൾ എടുത്താൽ അതിലും കുറേ ഓപ്ഷൻസുകളുണ്ട് കേട്ടോ, സബ് മെനു ആയിട്ട് കുറേ പിക്ചേഴ്സുകളുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ന്യൂ ആണ്. ന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഷീറ്റ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് എന്താണ്? ബ്ലാക്ക് സ്ക്രീനാണ് അല്ലേ, ബ്ലാക്ക്. നമ്മുടെ നൈറ്റ് മോഡ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആണ്, ബ്ലാക്കിനകത്ത് വൈറ്റ് സ്റ്റാറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വേറെ എന്തെങ്കിലും ഒരു ഗ്രാമമാണ് വരയ്ക്കേണ്ടത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു വീടാണ് വരയ്ക്കേണ്ടതെങ്കിൽ നമുക്ക് അതിന് അനുയോജ്യമായ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ. ബ്രഷ് ടൂൾ, പെയിൻറ് ടൂൾ യൂസ് ചെയ്തിട്ട് ചൂസ് ചെയ്യാം. അതിന് അനുയോജ്യമായിട്ടുള്ള ബേർഡ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെന്ന് വേണം, അല്ലെങ്കിൽ ഡക്ക് വേണം, അങ്ങനെ എന്തെങ്കിലും ഇമേജസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. അതെന്ത് യൂസ് ചെയ്തിട്ട് എടുക്കുക? സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ എന്ന ഓപ്ഷൻ എന്താ യൂസ് ചെയ്യുന്നത്? ന്യൂ എന്ന ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പുതിയ പേജ് അല്ലെങ്കിൽ പുതിയ ഷീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പിക്ചർ വരച്ചു കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് നമുക്ക് പുതിയൊരു പിക്ചർ വേണം, അല്ല പുതിയൊരു പേജ് വേണം വരയ്ക്കാൻ അല്ലേ. അപ്പോൾ നമ്മൾ ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പേജ് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ 3 രീതിയിൽ പറയാം, 3 ടൂൾസ് പഠിച്ചിട്ടുണ്ട്. പെയിൻറ് ടൂൾ, സ്റ്റാമ്പ് ടൂൾ, ന്യൂ ടൂൾ. പെയിൻറ് ടൂൾ എന്ന് പറഞ്ഞാൽ പെയിൻറ് ടൂൾ എടുത്താൽ നമുക്ക് ഒരുപാട് ബ്രഷുകൾ കിട്ടും, നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റാമ്പ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പിക്ചറുകൾ കിട്ടും, ബേർഡ്സ്, ഫ്ലവർ, ബട്ടർഫ്ലൈസ് അല്ലേ,
ആനിമൽസ്, ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് പിക്ചേഴ്സുകൾ നമുക്ക് കിട്ടും, കുറേ ഫോട്ടോസുകൾ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ എന്താണ് മൂന്നാമത്തെ പോയിന്റ്, ന്യൂ ടൂളാണ്. ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയ പേജ്. ഒരു പേജ് മൊത്തം വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ പേജ് വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ന്യൂ ടൂൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടി, പുതിയ വിൻഡോ അല്ലേ. അത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കാം, ഞാൻ കളർഫുൾ ആക്കണമെങ്കിൽ കളർഫുൾ ആക്കിയിട്ടും എടുക്കാം. അപ്പം അങ്ങനെയാണ് 3 നമ്മൾ ടെക്സ്റ്റ് പെയിൻറ്റിൽ വാട്ട് ഈസ് ടെക്സ്റ്റ് പെയിൻറ്റ് പഠിച്ചു, ഹൗ ക്യാൻ ടു ടേക്ക് ടെക്സ്റ്റ് പെയിൻറ്റ് പഠിച്ചു, 3 ടൂൾസിൻ്റെ പേരുകൾ പഠിച്ചു അല്ലേ. അതായത് പെയിൻറ്റ് ടൂൾ, എന്താണ് പെയിൻറ്റ് ടൂൾ, സ്റ്റാമ്പ് ടൂൾ, ന്യൂ ടൂൾ. ഈ 3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഈ 5 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഒന്ന് വാട്ട് ഈസ് ടെക്സ്റ്റ് പെയിൻറ്റ്, സെക്കൻഡ് വൺ ഹൗ ക്യാൻ ടു ടേക്ക് ടെക്സ്റ്റ് പെയിൻറ്റ്, ആൻഡ് തേർഡ് വൺ എന്താണ് 3 ടൈപ്സ് ഓഫ് ടൂൾസ്, പെയിൻറ്റ് ടൂൾ, സ്റ്റാമ്പ് ടൂൾ ആൻഡ് എന്താണ് ലാസ്റ്റ് ടൂൾ, ന്യൂ ടൂൾ. ഓക്കെ, മനസ്സിലായിട്ടില്ലേ? ഓക്കെ ഡിയർ ചിൽഡ്രൻ, ഓൾ ഓഫ് യു ഡ്രോ ദ സുഡോക്കോ വിൻഡോ ആൻഡ് ദ ലുക്ക് അറ്റ് ദ സ്കൈ വിൻഡോ. ഓക്കെ, എല്ലാവരും സുഡോക്കോ വിൻഡോ വരയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറും നമ്മുടെ നൈറ്റ് മോഡും ഒക്കെയുള്ള നല്ല ഭംഗിയായിട്ട് കളറൊക്കെ ചെയ്തിട്ട് ആ പിക്ചർ കൂടി വരച്ചിട്ട് ചേച്ചിക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, നമസ്തേ.